+2 മലയാളം അവകാശങ്ങളുടെ പ്രശ്നം. പി. പത്മരാജൻ. മരിച്ചവരുടെ ഛായാചിത്രങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവിലേക്ക് കഥാനായകനായ ദിവാകരൻ നട്ടുച്ചക്ക് കിതച്ചുകൊണ്ട് നടന്നുവരുന്നു. തെരുവിൻ്റെ രണ്ട് വശത്തും ഒരുപാടധികം പതിനായിരക്കണക്കിന് മരിച്ച ആളുകളുടെ ചിത്രം തൂക്കി ഇട്ടിരിക്കുന്നു. ദിവാകരൻ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങളാണ് ആ തെരുവിൽ അന്വേഷിക്കുന്നത്. തെരുവിലെത്തിയ ദിവാകരൻ്റെ മുഖത്തെ പരിഭ്രമം കച്ചവടക്കാർക്ക് പുതിയ സംഭവമായിരുന്നില്ല. ദിവാകരൻ ആ തെരുവിൽ ഏത് ചിത്രം പരിശോധിക്കാനും ദിവാകരന് അനുവാദം നൽകി. പക്ഷേ കുറേ ആളുകൾ കടകളും ചിത്രങ്ങളും പരിശോധിച്ചിട്ട് ദിവാകരന് ആവശ്യമുള്ളത് കിട്ടിയില്ല. ഒരു കടയിൽ കണ്ടത് വേറെ കടകളിലൊന്നും കാണില്ലല്ലോ എന്ന് ദിവാകരൻ ചോദിക്കുമ്പോൾ അതിന് ഉറപ്പൊന്നുമില്ല എന്നാണ് ദിവാകരനോട് മറുപടിയായി പറയുന്നത്. മാത്രമല്ല പല കടകളിലും കാണാമെന്നും ദിവാകരനോട് പറയുന്നു. അങ്ങനെ രണ്ടാമത്തെ കടയിൽ നിന്ന് നിരാശനായി ഇറങ്ങുന്ന ദിവാകരനോട് കടക്കാരൻ ചോദിക്കുന്നു, തനിക്ക് ഏതെങ്കിലും പടങ്ങൾ പോരെ എന്ന്. അതിന് ദിവാകരൻ മറുപടി പറയുന്നത്, എനിക്ക് ആവശ്യമുള്ള പടങ്ങളാണ് ഞാൻ തിരയുന്നത് എന്ന് ദിവാകരൻ മറുപടി പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാടധികം കടകളിൽ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങൾ ദിവാകരൻ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. സന്ധ്യ ആയപ്പോൾ 16ാമത്തെ കടയിൽ നിന്ന് അദ്ദേഹം തിരിച്ചിറങ്ങി. ഈ 16 കടകളിൽ നിന്ന് 1000-ലേറെ ചിത്രങ്ങൾ അദ്ദേഹം കണ്ടിരുന്നു. അത്തരത്തിൽ ആ തെരുവിൽ 1000-ലേറെ കടക്കാർ ഉണ്ട് എന്ന് കേട്ടപ്പോൾ ദിവാകരനെ ഏറെ ക്ഷീണിതനാക്കി. പടങ്ങൾ കണ്ട് എല്ലാ പടങ്ങൾക്കും ഒരേപോലെയായി അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. രാത്രിയിലും അദ്ദേഹം തിരച്ചിൽ തുടർന്നു. രാത്രിയിൽ തെരുവിൽ ദീപാലങ്കാരമായി. ആ വെളിച്ചത്തിന് പിന്നിൽ ചതി ഉണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി. എങ്കിലും ആ ചതിയിൽ തനിക്ക് ആവശ്യമുള്ളത് കണ്ടെത്തും എന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു. ഒരുപാട് നേരം ചിത്രങ്ങൾ അന്വേഷിച്ചത് കൊണ്ട് തന്നെ തനിക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് പോലും ദിവാകരൻ മറന്നു തുടങ്ങിയിരിക്കുന്നു. അവസാനം അദ്ദേഹം ഒരുപാട് ക്ഷീണിച്ചെങ്കിലും അദ്ദേഹം തിരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല. അവസാനം തനിക്ക് വേണ്ടപ്പെട്ടവരുടെ കണ്ടെത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അങ്ങനെ ഒരു പുലർവേള സമയത്ത് 2 ആൺകുട്ടികൾ അവിടേക്ക് വരുന്നു. അവരുടെ ശബ്ദമുള്ള കാലടികൾ ദിവാകരനെ ഭയപ്പെടുത്തുന്നു. ദിവാകരൻ ഒരു മൂലയിലെ ഭിത്തിയിലേക്ക് ചാരി നിന്നു. ഒരു മൂലയിൽ ചാരി നിൽക്കുന്ന ദിവാകരനിൽ കുട്ടികളുടെ തിരച്ചിൽ അവസാനിക്കുന്നു. കുട്ടികൾ കരഞ്ഞുകൊണ്ട് ഈ ചിത്രമാണ് ഞങ്ങൾക്ക് അന്വേഷിക്കുന്നത് എന്ന് കടക്കാരനോട് പറയുന്നു. കടക്കാരൻ ദിവാകരനെ പൊതിഞ്ഞ് കുട്ടികൾക്ക് നൽകുന്നു. മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവാണ് എന്നാണ് കഥയുടെ അവസാന ഭാഗം പറയുന്നത്. കഥയുടെ വിശകലനം. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഛായാപടങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ദിവാകരൻ തൻ്റെ പൈതൃകമാണ് അന്വേഷിക്കുന്നത്. ബന്ധങ്ങൾ തേടിയുള്ള പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. തനിക്ക് ഏതെങ്കിലും പടം പോരെ എന്ന് ദിവാകരനോട് കടക്കാരൻ ചോദിക്കുമ്പോൾ മരിച്ചവരുടെ ലോകത്ത് ബന്ധങ്ങൾക്ക് വിലയില്ല എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്തിനേയും വിറ്റ് കാശ് ആക്കുന്ന ഉപഭോഗ സംസ്കാരത്തെയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഉൽപ്പന്നത്തെ തേടി പോകുന്ന ദിവാകരൻ അവസാനം ഒരു ഉൽപ്പന്നമായി മാറുന്നു. ദിവാകരൻ ഒരു ഉച്ചനേരമാണ് കടയിൽ കയറി ചെല്ലുന്നത്. ഉച്ച എന്നത് ദിവാകരൻ്റെ പ്രായത്തെയാണ് സൂചിപ്പിക്കുന്നത്. മധ്യവയസ്കനായ ദിവാകരൻ എന്നാൽ സൂര്യൻ എന്നാണ് അർത്ഥം. സൂര്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് സന്ധ്യ വരെയുള്ളൂ. നേരം സന്ധ്യയായി തെരുവുകൾ ദീപാലങ്കാരമായി എന്ന് സൂചിപ്പിക്കുന്നത് ദിവാകരൻ്റെ മരണത്തെ തന്നെയാണ്. പുലർവേളയിൽ ആൺകുട്ടികൾ ദിവാകരൻ്റെ ഛായാപടങ്ങൾ തിരിച്ച് അറിയുന്നു. പുലർവേള എന്നത് കുട്ടികളുടെ പ്രായത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദിവാകരൻ ഛായാപടത്തിൻ്റെ മുമ്പിലാണ് കുട്ടികളുടെ അന്വേഷണം അവസാനിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ ദിവാകരൻ മരണപ്പെട്ടു എന്നതിൻ്റെ വ്യക്തമായ സൂചന ലഭിക്കുന്നു. ഈ ചിത്രങ്ങൾ എന്നത് ഓർമ്മപ്പെടുത്തലുകൾ ആണ്. നമ്മൾ എവിടെയോ ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ ആണ്. 2 വ്യത്യസ്തമായ തലമുറകളെ കൂട്ടിയോജിപ്പിക്കുകയാണ് ഈ ചിത്രങ്ങളിലൂടെ ചെയ്യുന്നത്. പഴയ തലമുറയിലെ അവകാശിയായിട്ടുള്ള ദിവാകരനും അവരുടെ തുടർച്ചയായി വരുന്ന 2 കുട്ടികളും അവർ തുടർച്ചയായി വരുന്ന തലമുറകളും ഈ ഛായാപടങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇത്രയുമാണ് ഇതിൻ്റെ വിശകലനം. താങ്ക് യു ഫോർ വാച്ചിങ്.